സാധനം വേണം. ഇത് മുനതേഞ്ഞ വാദങ്ങളല്ലേ? ഈ വാദങ്ങളുടെ സമയം കഴിഞ്ഞില്ലേ? ഈ നമ്മൾ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ താങ്കൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഉന്നയിക്കുന്ന വാദം ഇത് തന്നെയാണ്. പക്ഷേ അതിനെ കുറച്ച് മുനതേഞ്ഞ് പോയില്ലേ? ഇവിടെ നോക്കൂ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വരവാണത്. രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് അവിടെ. അതിനെക്കുറിച്ച് പറ ബി ഗോപാലകൃഷ്ണൻ. നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് ഒരു കുറിയ മനുഷ്യൻ. ഡൽഹി എന്നൊരു ചെറിയ സംസ്ഥാനത്ത് നിങ്ങൾ ഉന്നയിച്ച, നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ, ഈ നെറികെട്ട കോട്ടയൊക്കെ പൊളിച്ചു വന്ന് നിൽപ്പാണ്. എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത്. നോക്കൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അതെ, അല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ നെറുകെട്ട ഭാഷ സംസാരിക്കാൻ? ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടി തന്നോട് ആരോട് പറഞ്ഞത്? ഒരു 24-ന്റെ ചാനൽ പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിയെന്ന്. നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ എന്താ മാന്യമായി ചർച്ച ചെയ്യണം. കോടതി തെളിഞ്ഞ എന്താ? നിങ്ങൾ എന്താ കോടതി തെളിഞ്ഞത്? നിങ്ങളുടെ ഖജനാവിലേക്ക് നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി. ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളൂ പിടിച്ചകത്താൻ തെളിഞ്ഞില്ലേ കോടതിയിൽ? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താൻ പോയി ചെയ്യേണ്ടി വരും. പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്ക് അവിടെ പോയി പറ. താൻ ചർച്ച നടത്താണ്, മാന്യമായി ചർച്ച നടത്താം. പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ പറ. ആള് കാണുന്നതല്ലേ? തന്നോട് തന്നെ പറയുന്നത്. പാർട്ടി ഓഫീസിൽ ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയി. തന്നോടാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ വർത്താനം പറയരുത് ബി ഗോപാലകൃഷ്ണ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? നെറികെട്ട കോട്ട എന്ന് പറയാൻ എനിക്ക് കാരണമുണ്ട്. ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ അങ്ങ് പോയോ? നെറികെട്ട കോട്ട എന്ന് പറയാൻ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4 എണ്ണി കാരണങ്ങൾ പറഞ്ഞുതരാം. മര്യാദയോട് പറയരുത്. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല സാർ. നെറികെട്ട കോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്. പറഞ്ഞു തരട്ടെ, പറഞ്ഞു തരട്ടെ, കേൾക്കാവോ? സാറേ, മോദിയെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? മോദിയെ പോലെ പിടിവിട്ട് അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? സാർ, അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? തെണ്ടിത്തരം എന്നൊക്കെ അങ്ങയുടെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. തെണ്ടിത്തരം എന്നൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. ഒരു വാക്കും പിൻവലിക്കുന്നില്ല. തെണ്ടിത്തരം വാക്ക് പിൻവലിക്കോ? ഞാൻ പറയുന്നത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ തെണ്ടിത്തരം എന്ന വാക്ക് പറഞ്ഞാണ് ഈ ചർച്ചയിൽ. അതിനേക്കാൾ നെറികെട്ട കോട്ട ഞാൻ പറയാം. അത് പാർട്ടി ഓഫീസ് പറഞ്ഞാൽ പറയുന്നത്. അത് പാർട്ടി ഓഫീസ് പറഞ്ഞാൽ മതി. അത് പിൻവലിക്കോ? അത് പിൻവലിക്കോ? ഞാൻ പറഞ്ഞുതരാം സാർ. ഞാൻ പറഞ്ഞുതരട്ടെ. ഞാൻ പറഞ്ഞുതരട്ടെ. കേൾക്ക് സാറേ, ഒന്ന് കേൾക്ക്. ഒന്ന് കേൾക്ക്. ഒന്ന് കേൾക്ക് സാറേ. അല്ലാണ്ട് ഈ വന്നിരുന്ന വളരെ ഭർത്താവല്ല. ഭർസനം കഴിഞ്ഞോ? ബിജെപിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെരുവിലിറങ്ങി സംസാരിക്കാം. ഭർസനം കഴിഞ്ഞോ? ചർച്ചയിൽ പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ടല്ല ഈ വർത്താനം പറയാം. ഭർസനം കഴിഞ്ഞോ? വർത്താനം ഒന്നും പറയണ്ട. ഭർസനം കഴിഞ്ഞോ? ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. ചോദിച്ചാൽ വേണ്ട. ഭർസനം കഴിഞ്ഞല്ലോ. നിങ്ങളെ 24-ന്റെ ഫ്ലോറിൽ ഭർസനം കഴിഞ്ഞോ? ഭർസനം കഴിഞ്ഞോ? തന്റെ വേഷം കെട്ട് വേണ്ട. ഭർസനം കഴിഞ്ഞോ? ഞങ്ങൾ ഇരിക്കുന്നത്. താൻ ചോദ്യം ചോദിക്ക്, ഉത്തരം പറയാം. ഞാൻ ചോദ്യമാ ചോദിച്ചത്. ഞാൻ കോട്ട കെട്ടിയത് ആര്? ഞാൻ പറഞ്ഞുതരാം. ചോദ്യം ചോദിക്ക്. താങ്കൾ കേൾക്കുന്നുണ്ടോ? ഉത്തരം പറയാം. താങ്കൾ കേൾക്കുന്നുണ്ടോ? ചോദ്യം പറ. താങ്കൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ചോദ്യം നിങ്ങൾ ചോദ്യം ചോദിക്ക്. ഞാനെത്താം. പ്രഷർ കൂട്ടല്ലേ ബി ഗോപാലകൃഷ്ണൻ? താങ്കളുടെ അതിഥിയാണ്, അങ്ങനെ പ്രഷർ കൂട്ടല്ലേ? താങ്കൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ അധികം പിടിക്കാൻ പോകുന്നില്ല. താങ്കൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും താങ്കൾ എന്നെ എടോ എന്നോ തെണ്ടിത്തരം എന്നോ എന്ത് വൃത്തികെട്ട വാക്ക് പറഞ്ഞാലും ഞാൻ അധികം പിടിക്കാൻ പോകുന്നില്ല. താങ്കളുടെ പ്രഷർ അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. താങ്കളുടെ ബി പി അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. ഓക്കെ, ഞാൻ ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ആ ബി പി ഒന്ന് പറയട്ടെ. രാജു പി നായരോട് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ തടഞ്ഞു. ഇല്ല, ഞാൻ അങ്ങയിലേക്ക് എത്താം. വേണ്ട, ഒരു ബി പി ഇല്ല ഗോപാലകൃഷ്ണൻ സാർ. പൊടിക്ക് ബി പി അടക്കം ഞാൻ എത്താം. അങ്ങക്ക് അത്ര പക്വത രാഷ്ട്രീയ നേതാവല്ലേ? ഈ പറയുന്ന വാക്കുകൾ, ആ ഇടവേളയിൽ ഈ പറയുന്ന തെണ്ടിത്തരം, താൻ, എടോ എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു താങ്കളെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഭൂഷണമാണോ എന്ന ഇടവേളയിൽ അങ്ങ് ആലോചിക്കും. ഞാൻ തിരികെ താപ്പോഴേക്ക് ഇടവേള.